ഇന്ന് രാവിലെ എണീറ്റ പാടെ മനസ്സിൽ പതിവില്ലാത്ത ഒരു പൂതിയുമായിട്ടാണ് കേട്ടോ ഞാൻ എണീറ്റ് വന്നത്. വേറൊന്നുമല്ല, നല്ല ബിരിയാണി തിന്നാനുള്ള പൂതി. അതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ സിമ്പിളാക്കി. ഒന്ന് സമയം ലാഭിക്കാനും പിന്നെ ലൈറ്റായിട്ടിരുന്നാൽ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചതിൽ റിഗ്രറ്റും ഉണ്ടാകില്ല. അതാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എൻ്റെ കുട്ടിപ്പട്ടാളത്തിനെയും കൂട്ടി നേരെ കടയിലേക്ക് പോയി ചിക്കൻ വാങ്ങാൻ. സാധാരണ ബിരിയാണി വെക്കുമ്പോൾ A to Z സാധനങ്ങൾ വാങ്ങണം. ഇത്തവണ ചിക്കൻ മാത്രം മതി കേട്ടോ. ബാക്കിയൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് നമ്മൾ മലയാളികളുടെ ഒരു വികാരമാണ് ബിരിയാണി എന്നായിരുന്നു കേട്ടോ. എൻ്റെ ആ വിചാരം തെറ്റാന്ന് കാണിച്ചു തന്നത് എൻ്റെ കെട്ടിയവനാണ്. പുള്ളിയുടെ മുന്നിൽ ഒരു പ്ലേറ്റിൽ ബിരിയാണിയും മറ്റേ പ്ലേറ്റിൽ നല്ല ചോറും കപ്പയും ബീഫും മോരും ഒക്കെ കൂടി കൊണ്ട് വെച്ചാൽ എൻ്റെ കെട്ടിയോൻ ഒരു സംശയവും കൂടാണ്ട് ചോറാകും കഴിക്കുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെയുണ്ടോ? ബിരിയാണി അത്ര ഇഷ്ടമല്ലാണ്ട് ചോറും കറികളോടൊക്കെ തന്നെ ഒരു പ്രത്യേക ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും എനിക്ക് ബിരിയാണിയോട് ഒരു പ്രത്യേക ആത്മബന്ധമുണ്ട് കേട്ടോ. അതിപ്പോൾ തലശ്ശേരി ആയാലും ചെട്ടിനാടായാലും അതുമല്ല നമ്മുടെ ഹൈദരാബാദി ബിരിയാണി ആയാലും എനിക്കൊരുപോലെയാണ്. ഞാൻ വളരെ ആസ്വദിച്ച് തന്നെ കഴിക്കും. പക്ഷേ ബിരിയാണി വെക്കുന്നതിൽ ഞാൻ ഭയങ്കര എക്സ്പേർട്ടൊന്നുമല്ല, എങ്കിലും ട്രൈ ചെയ്യും കേട്ടോ. ഞാൻ കുക്കിങ്ങൊക്കെ ചെയ്തു തുടങ്ങുന്നത് ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ്. അന്നൊക്കെ കുക്കറിലും മറ്റും ഞാൻ വെജ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. അന്ന് അതൊക്കെ അത്ര ടേസ്റ്റ് ഇല്ലാതിരുന്നിട്ടും വളരെ സ്നേഹത്തോടെ കഴിച്ച് പ്രോത്സാഹിപ്പിച്ച എൻ്റെ അമ്മയെയും അനിയത്തിയെയും ഞാൻ ഈ നിമിഷം ഓർക്കുന്നു കേട്ടോ.